പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ മീഡിയകളിലെല്ലാം തന്നെ തുറന്നു നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ കാണുമ്പോൾ കൗതുകപരമായിട്ട് ചിന്തിക്കുന്നത്, ഞാൻ പോലും അറിയാതെ ഞാൻ വലിയൊരു അധോലോകമായി മാറി എന്നുള്ള ഒരു ഡയലോഗാണ് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മീഡിയകളെ തുറന്നു നോക്കുന്ന സമയത്ത് ചോദ്യ പേപ്പർ ചോർച്ച MS സൊല്യൂഷൻ, ചോർച്ച MS സൊല്യൂഷൻ എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ മറ്റൊരു വാർത്ത കണ്ടു, റോഡ് അപകടം. റോഡ് അപകടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? റോഡ് എന്ന് പറഞ്ഞാൽ കുഴി അല്ലേ? റോഡിൻ്റെ പൂർണ്ണമായും പണി കഴിയാത്ത റോഡുകൾ അല്ലെ, റോഡ് തകർച്ചകൾ, കുഴി. ആ ചിന്ത വരാനുള്ള കാരണം എന്താ? അത് സർക്കാരിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ സർക്കാരിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയാണത്. എന്തുകൊണ്ട് വാഹനം ഓടിച്ച ആൾക്കാരെ നമ്മൾ ചിന്തിക്കുന്നില്ല? അല്ലെ, വാഹനം എങ്ങനെയാണ് പോയത്, സ്പീഡിലാണോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോയതാണോ എന്നല്ല ആദ്യം വരിക. ഒരു ആവറേജ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം ആ റോഡിനെ കുറിച്ചാണ്. മീൻസ് ഒരു CCTV ദൃശ്യങ്ങൾ പോലും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റോഡ് അപകടം എന്ന് കേൾക്കുമ്പോൾ റോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ച. അപ്പോൾ ആൾക്കാർ എങ്ങോട്ടേക്ക് തിരിയും? സർക്കാരിനെതിരെ തിരിയും, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ, അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ. കാര്യം സർക്കാരിനെതിരെയുള്ള ഒരു സംഗതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളി കത്തിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇനി എന്തിരുന്നാലും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു പേര് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറുപടികൾ കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ കമ്പനിയുടെ ഒരു CEO മാത്രമാണ്. ഓക്കെ, എൻ്റെ മുകളിലായിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഡയറക്ടേഴ്സ് പറയുന്നത് പോലെ അല്ലാത്ത ഒരു ചുവട് എനിക്ക് വെക്കാൻ കഴിയില്ല. അവർ പറയുന്നത് മീഡിയകൾക്കോ മറ്റുള്ളവർക്കോ ഇപ്പോൾ മറുപടികളൊന്നും തന്നെ കൊടുക്കേണ്ട, നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുക. അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഫർദർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം നിയമപരമായി ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു തീരുമാനമാകുന്നത് വരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഞാൻ വീഡിയോകളോ ലൈവുകളോ ഒന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം, പലരും ഇന്ന് ഹിന്ദി, ഇപ്പോൾ SSLC ഒക്കെ ആണെങ്കിൽ ഹിന്ദി ബയോളജി എക്സാം ഉണ്ട്, +1 ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ബയോളജിയുടെ ഒക്കെ ക്ലാസ്സുകൾ നിരന്തരം വരേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ, ഭാഗ്യമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളല്ല, ചർച്ചകളാണ് രൂക്ഷമാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ റെഡിയാണ്. കാര്യം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും അറിയാം. എന്നിരുന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സങ്കടകരമായുള്ളൊരു കാര്യമാണ്. MS സൊല്യൂഷൻ്റെ ചാനലിൽ ഇന്ന് വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ടാവും, കണ്ടന്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ടാവും, പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിന് വേണ്ടി കാത്തിരുന്നവരുണ്ടാകും. എന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഓൺലൈൻ ചാനലുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് രാവിലെ അത് കംപ്ലീറ്റ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേരിലേക്ക് മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികളെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മനസ്സിലാകും. ഇന്നലെ മറ്റ് പല പ്ലാറ്റ്ഫോമിൻ്റെയും പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നത് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേര് മാത്രമായി മാറി. കാരണം ഒരു സാധാരണക്കാരനായ കൊടുവള്ളിക്കാരൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറമെ നിന്ന് കാണുന്നവർക്ക് ഇവനെന്തും ചെയ്യാം എന്നൊരു ചിന്താഗതി ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞതാണ്. കാര്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തീർച്ചയായിട്ടും പിന്നെ പറയുന്നുണ്ട്, ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടും ചോർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പിന്നെ മലപ്പുറത്ത് നിന്ന് എന്നെ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ആ ഓണപരീക്ഷാ കാലഘട്ടത്തിൽ ഇതേ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണോ കൊടുത്തത്, മറ്റുള്ളവരുടെ പേര് പോലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ചു, ഞാൻ ഡയറക്റ്റ് ഫോൺ എടുത്ത് ഞാൻ പിറ്റേ ദിവസം അവർ പറഞ്ഞ സമയത്ത് അവിടെ സ്റ്റേഷനിൽ ചെന്ന് അവർക്കെല്ലാം വേണ്ട ഞാൻ എൻ്റെ മൊഴികളെല്ലാം തന്നെ അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിൽ നിന്നുള്ള ഒരുപാട് തെളിവുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രൂഫ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും എൻ്റെ പേര് തന്നെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് എനിക്ക് സങ്കടമാകുന്നത്. കാര്യം അത്രമേൽ പ്ലാറ്റ്ഫോമുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വിദ്യാർത്ഥികളോട് ചോദിക്കുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. പോട്ടെ, കുഴപ്പമില്ല. എന്നിരുന്നാലും
എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഓക്കെയാണ്. കാര്യം അത് മാധ്യമങ്ങൾ, അവരുടെ ധർമ്മമാണ് വാർത്തകൾ പുറത്തുവിടുക എന്നുള്ളത്. അത് സത്യമാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ടത് നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ വിദഗ്ധരുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതൊക്കെ സഹകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാര്യം ഞങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷേ അത് അന്വേഷിച്ച് പോകുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും സർക്കാരിനോട് സഹകരിക്കാൻ റെഡിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഡയറക്ടേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാധ്യമങ്ങളിൽ വരാനോ ചർച്ച ചെയ്യാനോ മറുപടികൾ പറയാനോ എൻ്റെ മറുപടികൾ എന്താണെന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ ഡയറക്ടേഴ്സ് പറയുകയാണ് ഇപ്പം ക്ഷമ പാലിക്കുക, നിശബ്ദനായി നിൽക്കുക, നിയമങ്ങളുമായി സഹകരിക്കുക. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എൻ്റെയും ഒരു വാക്കുകളെന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് അറിയാം, രക്ഷിതാക്കളുണ്ട്, എന്തൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്, പഠനപരമായ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് തന്നെയാണ് താല്പര്യം. പക്ഷേ മനസ്സുകൊണ്ട് വരാൻ പറ്റുന്നില്ല. കാര്യം അത്രമേൽ നമ്മൾ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ അവഗണിക്കപ്പെടുകയും 1000-ൽ 1 നോക്കി നടക്കുകയാണ്. എന്തോ ആവട്ടെ, എന്തായാലും കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം മീഡിയകളെ വിളിച്ചിട്ട് ഇതാണ് മീഡിയ, എനിക്കറിയില്ല, മീഡിയകളായിട്ട് എനിക്ക് ബന്ധമില്ല, അതൊരു സത്യമാണ്. എനിക്കറിയാവുന്നത് കുറച്ച് യൂട്യൂബ് ചാനലുകളും അവരുടെ ആൾക്കാരെ മാത്രമേ എനിക്കറിയുള്ളൂ, അതിൽ കൂടുതൽ എനിക്കറിയില്ല. ഇനി മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുട്ടികളെ ആലോചിച്ച് നോക്കുക, രക്ഷിതാക്കളെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലാതായി പോകും. എന്നിരുന്നാലും മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുമ്പോൾ അവിടെയൊക്കെ കമൻറ്റ് ബോക്സുകളുണ്ട്, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാര്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് ലൈവുകൾക്കിടയിൽ എവിടെയോ നമ്മൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ത്രീത്വത്തിനെതിരെയാണ് MS സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നു. എന്താണത് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾക്കറിയാം ഞാൻ സ്ത്രീത്വത്തിനെതിരാണോ എന്നുള്ളത്. വ്യക്തമായി അച്ചടക്ക ബോധം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾക്കും അറിയാം, എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർക്കും എന്നെക്കുറിച്ച് അറിയാം. അല്ലാതെ എന്തു പറയാനാണ് അല്ലേ? ഞാൻ ഈ കൊറോണ സമയത്ത് കേട്ടൊരു സംഗതിയുണ്ട്, എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന രോഗം അത് കൊറോണ രോഗമല്ല, അത് സംശയരോഗം തന്നെയാണ്. സംശയങ്ങളാണ് വാർത്തകളായി വരുന്നത്. തീർച്ചയായിട്ടും നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. മേ ബി ഇത് അവസാനത്തെ വീഡിയോ ആകാം. ഇനി MS സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? ബൈ.